ദാ തള്ളിൻ്റെ മറ്റൊരു മാരക വേർഷൻ. ജാലിയൻ കണാരനൊക്കെ വെറും ചീള്. ഈ തള്ളു കേട്ട് കേട്ട് ഗണേശൻ പോലും മാരക തള്ള. കാറ് വിറ്റ് KSRTCയിൽ യാത്ര ചെയ്യുന്ന ബാങ്ക് മാനേജർ, ന്യൂയോർക്കിനെ കവയ്ക്കുന്ന റോഡെന്ന് ന്യൂയോർക്കിലെ കുട്ടി, 80 വയസ്സുള്ള കണ്ണൂരിലെ സഹോദരിമാർക്ക് പിറക്കാതെ പോയ മഹനെന്ന് മറ്റൊരു വനിതാ നേതാവ്. 30-ലധികം രാജ്യങ്ങളിലേക്കാണ് രാജാവും പരിവാരങ്ങളും ഊരു ചുറ്റിയത്. നിക്ഷേപം സ്വീകരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കോടികൾ ചിലവായി. പക്ഷേ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടിയില്ല. പിന്നെ വിവരാവകാശം വഴിയാണ് മറുപടി കിട്ടിയത്. ഒരു കാലിച്ചായയുടെ കാശ് കിട്ടിയില്ല. തള്ളുമ്പോൾ ഈ ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ? ഇവിടെ ഇപ്പോൾ ഒരു നിക്ഷേപം വന്നിരിക്കുന്നത് 3 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കാൻ കേരളം അത്രമാത്രം ഇഷ്ടപ്പെടുന്നത്. എന്തോ ഒരു സൗഹൃദമാണെന്നാണ് പറയുന്നത്. കേൾക്കൂ. ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞു, വ്യവസായ മന്ത്രി ഒരാളെ കൂട്ടി എൻ്റെ അടുത്ത് വന്നു, ഒരു നിക്ഷേപകന്. അയാളെ നിക്ഷേപ തുക കേട്ടപ്പോൾ പെട്ടെന്നൊരു ആശ്ചര്യം തോന്നും കേട്ടോ. 3 ലക്ഷം കോടിയിലധികം, 3 ലക്ഷം കോടിയിൽ പരം രൂപയുടെ നിക്ഷേപം നടത്താൻ സന്നദ്ധത കാണിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ കേരളത്തിലേക്ക് വരാൻ പ്രത്യേക കാരണം? അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ സമാധാനം നിലനിൽക്കുന്നൊരു സ്ഥലം വേറെയില്ല. ഇവിടെ ഒരു തരത്തിലുള്ള കമ്മ്യൂണൽ പ്രശ്നമില്ല, ഒരു തരത്തിലുള്ള വർഗീയ പ്രശ്നങ്ങളും ഇല്ല. ഇവിടെ നല്ല സ്ഥിരതയുണ്ട്. ഞങ്ങൾക്കിവിടെ ശാന്തമായി കാര്യങ്ങൾ നടത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടം തിരഞ്ഞെടുക്കാൻ കാരണം. നമ്മളാരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നും. പക്ഷേ നമ്മുടെ രാജ്യത്തെ, ലോകത്തെ നിക്ഷേപകർ കേരളത്തെ എങ്ങനെ കാണുന്നു എന്നതാണ് ഇതിലൂടെയൊക്കെ കാണുന്നത്.